നഹ്ലിലെ അവസാനത്തെ 2 ആയത്ത് നോക്കി, ഇത് മറക്കരുത്. വളരെ ഇൻ്റലിജൻ്റായി ഇന്ന് നിങ്ങൾ ഈ ആയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് മറക്കരുത്. വസ്ബിർ, നീ ക്ഷമിക്കണം. വമാ സബൂറുക ഇല്ലാ ബില്ലാഹ്, നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് അള്ളാഹു നിന്നെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ക്ഷമിക്കാൻ കഴിയില്ല, ഒരു ആത്മഹത്യ, ഭയങ്കര പ്രതിസന്ധി ഉണ്ടോ, പക്ഷെ നീ അവിടെ എന്ത് ചെയ്യണം? ക്ഷമിക്കുമ്പോഴൊക്കെ നീ എന്ത് വിചാരിക്കണം? നിന്റെ കൂടെ ആരുണ്ട്? അള്ളാഹു ഇല്ലെങ്കിൽ നിനക്ക് ക്ഷമിക്കാനേ കഴിയില്ല. വസ്ബിർ, നീ ക്ഷമിക്കണം. ഒമാ സബറുക, നിന്റെ ക്ഷമയല്ല ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെയല്ല. അപ്പം നിനക്ക് ക്ഷമിക്കാൻ കഴിയും. പ്രതിസന്ധികൾ ഉണ്ടാകും. പ്രതിസന്ധികൾ ഉണ്ടാവണമല്ലോ, പ്രതിസന്ധികൾ ഉണ്ടാവണം. ഉദാഹരണം പറയാം, കഞ്ഞി കുടിക്കണമെങ്കിൽ എന്ത് വേണം? കഞ്ഞി തിളപ്പിക്കണം, അരി തിളപ്പിക്കണം. തിളപ്പിക്കൽ എന്തുകൊണ്ടാണ്? തീയുണ്ട്. തീ എന്ന് പറഞ്ഞ സാധനം ചെറുതാണോ? തീ ഒരല്പം മുന്നോട്ട് പോയാൽ പുര കത്തും, അടുത്ത വിരൽ കത്തും. തള മുഖത്തേക്ക് തെറിച്ചാൽ പുതമണമാട്ടിയുടെ സൗന്ദര്യം പോവും.